നെതർലാൻഡ്സ് എക്കാലത്തും മികച്ചൊരു കൂട്ടം കളിക്കാരെ സമ്മാനിച്ച രാജ്യം. വേൾഡ് കപ്പ് വേദികളിൽ നിർഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ചരിത്രത്തിൽ ഇന്നവർ ഇടം പിടിക്കാത്തവർ. പക്ഷേ നെതർലാൻഡ് എന്ന പേര് കേട്ടാൽ ഇന്നും പലരുടെയും ഉറക്കം പോകും. കാരണം വേൾഡ് കപ്പിൻ്റെ മഹാവേദികളിൽ അവരുടെ സംഭാവനകൾ അത്രയും വലുതായിരുന്നു. ഈ 2026 വേൾഡ് കപ്പിലെ ഫേവറേറ്റുകളെക്കുറിച്ച് പലരും സംസാരിക്കുമ്പോൾ, മുൻവിധി കുറിക്കുമ്പോൾ ആരും ആ ഓറഞ്ച് പടയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ കൂമനും അയാളുടെ സഹോദരനും കൂടി തേച്ച് മിനുക്കിച്ചെത്തി ഇത്തവണയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. ഈ വേൾഡ് കപ്പിലെ വേദികളിൽ പലരുടെയും മുൻവിധികളെ തിരുത്തുവാൻ ശേഷിയുള്ളൊരു ടീമിനെ. എൻ്റെ ഓർമ്മയിൽ ഒരു കളിയുണ്ട്. നീല ജേഴ്സി അവർക്ക് ശാപം പിടിച്ചതാണ് എന്ന അന്ധവിശ്വാസം പോലും ബ്രസീൽ ജനത വിശ്വസിച്ചതാണ്. എന്തിന്, ഇങ്ങ് കേരളത്തിലെ ബ്രസീൽ ഫാൻസ് പോലും അത് വിശ്വസിച്ചിരുന്നു. റൊബീനിയുടെ 10ാം മിനിറ്റിലെ ഗോൾ ബ്രസീലിൻ്റെ വിജയം ഉറപ്പിക്കുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ 2 ഗോളുകൾ തിരിച്ചടിച്ച് ബ്രസീലിനെ നെൽസൺ മണ്ടേല സ്റ്റേഡിയത്തിലിട്ട് നെതർലാൻഡ് തീർക്കുന്നുണ്ട്. അക്കാലത്ത് അവർക്കൊരു ടീമുണ്ടായിരുന്നു. സ്നൈഡറും റോബണും ക്യോയ്റ്റും വാൻബേഴ്സും ഡിയോങ്ങും അടങ്ങുന്ന ഒരു ഒന്നൊന്നര ടീം. ആ കാലഘട്ടമാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. ആ വേൾഡ് കപ്പിൽ പക്ഷേ സ്പെയിനെതിരെ ഫൈനൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെട്ട് കിരീടം കൈവിടുന്നുള്ളവർ. യോഹാൻ ക്രൈഫിൽ തുടങ്ങി മാർക്കോ വാൻ ബെസ്റ്റൻ, ഗുള്ളിറ്റ്, ബെർഗ്ഹാം, അങ്ങനെ തുടങ്ങുന്ന ഇതിഹാസങ്ങളുടെ കഥകൾ ഏറെ പറയാനുണ്ടെങ്കിലും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച കാലഘട്ടം അതായിരുന്നു. ശേഷം 2014 സ്പെയിൻ വിറപ്പിച്ചു തുടങ്ങിയ ആദ്യ മാച്ചിൽ തുടങ്ങി അവസാനിപ്പിക്കുന്നത് സെമി ഫൈനലിൽ അർജന്റീനയ്ക്കെതിരെയായിരുന്നു. എന്നാൽ ശേഷം വന്ന് 2018 യോഗ്യത ലഭിച്ചില്ല എന്ന നാണക്കേട്. പക്ഷേ 2022 ലോകം കണ്ടത് അവരുടെ ഏറ്റവും വലിയ തിരിച്ചുവരവായിരുന്നു. അർജന്റീന അന്ന് യഥാർത്ഥത്തിൽ കഷ്ടിച്ചു രക്ഷപ്പെടുകയായിരുന്നു എന്ന് തോന്നിപ്പോയ നിമിഷങ്ങളുണ്ട്. അന്നേ കൂമൻ തൻ്റെ ടീമിൻ്റെ ആക്രമണ മനോഭാവവും തിരിച്ചടിക്കാനുള്ള കഴിവും ആത്മവിശ്വാസവും തെളിയിച്ചതാണ്. എങ്ങനെ മറക്കാനാകും ആ ഒരു മാച്ച്? ഇന്ന് ഡച്ചിന് പറയാൻ വാൻഡിക്, അക്കെ, ഡംഫ്രിസ്, ടിംബർ, ഡിയോങ്, ഗ്രാവൻബെർച്ച്, റെയ്നേഴ്സ്, ഊപ്മിനേഴ്സ്, ഡീപ്പെ, വെങ്റോസ്, ഗ്യാപ്കോ, നെലോങ്, സമ്മർവുല്ലെ, അങ്ങനെ ഒരു ബ്രൂട്ടൽ സ്കോഡ് തന്നെ പക്കലുണ്ട്. കൂമാനെയും നെതർലാൻഡിനെയും കുറച്ച് കാണുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലരും ഫ്രാൻസിൻ്റെയും സ്പെയിൻ്റെയും പോർച്ചുഗലിൻ്റെയും എല്ലാം സ്കോഡിനെ ഭയത്തോടെ വിവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം സൈലൻറ്റ് ന്യൂക്ലിയർ ബോംബുകൾ തന്നെ ഒരുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. മത്സരങ്ങൾ നടക്കുന്നത് അങ്ങ് മൈതാനത്താണ്. അവിടെ ആ 1.5 മണിക്കൂറാണ് എല്ലാം തീരുമാനിക്കുന്നത്. ബിഗ് നെയിമുകൾക്കോ ചരിത്രങ്ങൾക്കോ അവിടെ സ്ഥാനമില്ല. അത് പലപ്പോഴും തെളിയിച്ചവരാണ് ഈ ഡച്ച് പിള്ള. അതുകൊണ്ട് തന്നെ വീരവാദങ്ങളുടെ വാഴ്ത്തുപാട്ടുകളുടെ തലക്കെട്ടുകളില്ലാതെ ഡച്ചിൻ്റെ അണിയറയിൽ എല്ലാം സജ്ജമായി ഒരുങ്ങിക്കഴിഞ്ഞു. മുൻവിധികളും ചിന്തകളും തെറ്റിച്ച് ഇന്നോളം തൊട്ടറിയാത്ത സ്വർണ്ണക്കിരീടം വെട്ടിപ്പിടിക്കാൻ സർവ്വസീമകളും ലംഘിക്കാൻ പോലും മടിയില്ലാതെ കൂമാൻ തൻ്റെ ഓറഞ്ച് പടയുമായി വരുന്നുണ്ട്.